അടുത്ത ഒരു മാസത്തിനുള്ളിൽ കേരളം നിയമസഭാ ഇലക്ഷന് നേരിടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പല പാർട്ടി സമവാക്യങ്ങളും അങ്ങോട്ട് ചാടലും ഇങ്ങോട്ട് ചാടലും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ചാലക്കുടി. അവിടെ പനമ്പള്ളി ഗോവിന്ദ മേനോൻ്റെ നാടാണ്. അതല്ലെങ്കിൽ അങ്ങനെ ഒട്ടനവധി പ്രമുഖ വ്യക്തികൾ ആ പ്രദേശത്തു നിന്നൊക്കെ, തിരുമൽപ്പാട് നമ്മുടെ ആയുർവേദാചാര്യൻ, ഇത് പിന്നെ കലാഭവൻ മണി, അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാർ, പ്രമുഖരൊക്കെ, ജോസ് പല്ലിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാടാണ് ചാലക്കുടി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. കത്തോലിക്ക വിഭാഗവും ക്രിസ്തീയ വിഭാഗവും ഒപ്പം തന്നെ ഹൈന്ദവ സമൂഹമാണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത്. പിന്നെ ഒരു ന്യൂനപക്ഷമായിട്ട് ഇസ്ലാമിക സമൂഹവും അവിടെ കുടികൊള്ളുന്നു. ആ ഒരു മണ്ഡലത്തിൻ്റെ ട്രെൻഡുകൾ പലപ്പോഴും കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ്സിന് അനുകൂലമാണെങ്കിലും ബി ഡി ദേവസി പോലെയുള്ളൊരു MLA 2-3 പ്രാവശ്യം ജയിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഒട്ടനവധി പേര് അവിടെ ജയിച്ചു പോയ ഈ MLA മാരുണ്ട്. ഇത്തവണത്തെ ഇലക്ഷനിൽ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്നതുപോലെ സനീഷ് കുമാർ എന്ന ഉമ്മൻചാണ്ടിയുടെ അരുമശിഷ്യനാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ആ സീറ്റ് നേടിയെടുത്ത് അവിടെ വന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തം മൂലമാണ് സനീഷ് കുമാർ ജോസഫ് എന്ന ഇപ്പം ഇരിക്കുന്ന MLA. അതിൽ വേറൊരു കാര്യമുള്ളത്, മൊത്തമായിട്ടും ഒരു ട്രെൻഡ്, കേരളത്തിലെ ട്രെൻഡ് കോൺഗ്രസ്സിന് എതിരായിട്ട് കൂടിയും ചാലക്കുടി മണ്ഡലം പിടിച്ചു. കാരണം ബി ഡി ദേവസിയൊക്കെ നല്ലൊരു അടിത്തറ ഇട്ടിരുന്ന നാടാണ്. ദേവസിയേട്ടൻ എന്ന് പറഞ്ഞാൽ ചാലക്കുടിക്കാർക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അവിടെ പാർട്ടിക്ക് അതീതമായിട്ട് ദേവസ്വേട്ടന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചാലക്കുടിയിൽ. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ സനീഷ് കുമാർ ജോസഫ് എന്ന ഒരു പുതുമുഖ ചെറുപ്പക്കാരൻ വന്നിട്ട് അവിടെ നിന്ന് 1057 വോട്ടിന് ജയിക്കുകയാണ്. 1057 വോട്ടിന് അവിടെ കോൺഗ്രസ്സിന് വിപരീതമായിട്ട് എതിരായിട്ടുള്ളൊരു തരംഗം കേരളം മൊത്തം നിൽക്കുന്ന ആ ഒരു സമയത്താണ് സനീഷ് കുമാർ ജോസഫ് വന്നിട്ട് ഇവിടെ ജയിക്കുന്നത്. 10-20 സീറ്റാണ് അന്ന് കോൺഗ്രസ്സിന് കിട്ടിയത്, കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയത്. അതിലൊരു സീറ്റ് നേടാനായിട്ട് സനീഷ് കുമാറിന് സാധിച്ചു. ഒരു സൗമ്യനായിട്ടുള്ള വ്യക്തിത്വം. അദ്ദേഹത്തിനെതിരായിട്ട് കഴിഞ്ഞ തവണ മത്സരിച്ചത് കോൺഗ്രസ്സുകാരനായ തന്നെയായ ഡെന്നിസ് കെ ആൻ്റണിയാണ്. ഡെന്നിസ് കെ ആൻ്റണി ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. കോൺഗ്രസ്സിൽ നല്ലൊരു സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന വ്യക്തിത്വമാണ്. കോൺഗ്രസ് തികഞ്ഞ കതറിട്ട കോൺഗ്രസ്സുകാരനായിരുന്നു ഡെന്നിസ് കെ ആൻ്റണി. അദ്ദേഹം അവസരം വന്നു കഴിഞ്ഞപ്പോൾ മാണി ഗ്രൂപ്പിലേക്ക്, ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പിലേക്ക് ചാടിയിട്ട് ചാലക്കുടി സീറ്റ് നേടി. നമുക്കറിയാം ഇതൊക്കെ അവസരങ്ങളാണ്. നമ്മളിപ്പോൾ ഒരാളെയും നമുക്ക് കുറച്ച് കാണുന്നതിന് വേണ്ടിയല്ല. അവസരങ്ങൾ വന്നപ്പോൾ അദ്ദേഹം മാണി ഗ്രൂപ്പിലേക്ക് ചാടി ഇടതുപക്ഷത്തിലേക്ക് പോയി ചാലക്കുടി സീറ്റിൽ മത്സരിച്ച് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. 1057 വോട്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു വ്യത്യാസമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കിലൊന്നും കുറവുണ്ടാക്കിയില്ല. അദ്ദേഹം വോട്ട് ജനങ്ങളുടെ പിന്തുണയോട് ഇത് ജയിച്ചു. പക്ഷേ സനീഷ് കുമാർ അന്ന് ജയിച്ചു. അതേ സ്ഥാനത്ത് ബിജു എസ് ചിറയത്ത്, ഈ വ്യക്തികളൊക്കെ നമ്മൾ എന്നും സംവദിക്കുന്ന ആൾക്കാരും എപ്പോഴും ചാലക്കുടി പോകുമ്പോൾ കാണുന്നതും സംസാരിക്കുന്നതും ബിജു എസ് ചിറയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹം വക്കീലാണ്. അദ്ദേഹമാണ് വരുന്നത്. ഈവൻ സനീഷ് കുമാർ ജോസഫ് ആയാലും നമ്മളെപ്പോഴും നാട്ടിൽ പോകുമ്പോൾ കാണുന്നവരും സംസാരിക്കുന്നവരാണ്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും അങ്ങനെ സ്ഥിരമായിട്ട് സംവദിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ബിജു എസ് ചിറയത്ത് കഴിഞ്ഞ തവണ ഡെന്നിസ് കെ ആൻ്റണി ചെയ്ത അതേ തന്ത്രം, മാണി ഗ്രൂപ്പിലേക്ക് പോയി ഇടതുപക്ഷത്തേക്ക് മാറി. അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. ഇത്തവണ ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ. അദ്ദേഹം ഇന്ന് രാജിവെച്ചിട്ട് കോൺഗ്രസ് അംഗത്വം വിട്ടിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. മാണി ഗ്രൂപ്പിൽ പോയിട്ട് സനീഷ് കുമാർ ജോസഫിനെതിരെ, UDFനെതിരെ LDFിൽ നിന്നും മത്സരിക്കാനായിട്ടാണ് തീരുമാനം. കഴിഞ്ഞ തവണ ഡെന്നിസ് കെ ആൻ്റണിക്ക് സീറ്റ് കിട്ടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, അന്ന് പിന്നാമ്പുറം ചർച്ചകളിൽ നടക്കുന്നത് ആലഞ്ചേരി പിതാവിൻ്റെ റെക്കമെൻഡേഷനിലാണ് അന്ന് ആ സീറ്റ് കിട്ടിയേ എന്നാണ് പറയുന്നത് മാണി ഗ്രൂപ്പിൽ. അതേ സ്ഥാനത്താണ് ബിജു എസ് ചിറയത്ത്, അദ്ദേഹം അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് സനീഷ് കുമാർ ജോസഫിനെതിരെ, സിറ്റിംഗ് MLAക്കെതിരെ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം ഇതോടുകൂടിയാണല്ലോ ഈ ഒരു മത്സരത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ബിജു എസ് ചിറയത്തിന് ചാലക്കുടിയിൽ വളരെയധികം സ്വാധീന വലയുണ്ട്. അദ്ദേഹം അവിടെ ഫുട്ബോൾ കളിക്കുന്നു, എല്ലാ സാമൂഹിക കാര്യങ്ങളിലും ഇടപഴകുന്ന വ്യക്തിത്വമാണ്.
ഒപ്പം തന്നെ സനീഷ് കുമാർ ജോസഫും തുല്യ ശക്തികളാണ് ഇവർ. സനീഷ് കുമാർ ജോസഫ് അവിടെ ഒരു ഫ്ലൈ ഓവർ കൊണ്ടുവന്നു. ഒട്ടനവധി പ്രവർത്തനങ്ങൾ. സൗമ്യനാണ്, വിനീതനാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരമാണ്. ഇനി BJP ആരെ കൊണ്ടുവരുമെന്നുള്ളതും കാത്തു. അവിടെ കത്തോലിക്ക സഭയ്ക്ക് വളരെ സ്വാധീനമുള്ള മേഖലയാണ്, ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ആയിരിക്കും ഈ മത്സരം? ചാലക്കുടി ടൗൺ ഏരിയയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. എന്നാൽ ടൗണിന് പുറത്തായിട്ട് അങ്ങ് മലക്കപ്പാറ വരെ, അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വരെ ഈ മണ്ഡലത്തിൽപ്പെട്ടതാണ്. പിന്നെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അതിർത്തി പങ്കിടുന്നു, മാളയായിട്ട് അതിർത്തി പങ്കിടുന്നു. അങ്ങനെ ഈ ഒരു മണ്ഡലത്തിൻ്റെ നമ്മൾ പോകുമ്പോൾ വളരെ പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ പനമ്പള്ളി ഗോവിന്ദ മേനോൻ്റെ ഈ നാട്ടിൽ ആരായിരിക്കും അടുത്ത ഇതിൽ? ഇപ്പം ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകരും ഇടതുപക്ഷ പ്രവർത്തകരും ഇതിലേക്ക് വരുന്നുണ്ട്, അവരുടെ പ്രചരണ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ആരായിരിക്കും ചാലക്കുടിയിൽ നിന്നും ജയിച്ച് കയറുക എന്നുള്ളതാണ് വളരെ പ്രതീക്ഷയോടുകൂടി ചാലക്കുടിയാർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഇത്. അത് ബിജു എസ് ചെറിയത്തും സനീഷ് കുമാറും ഇനി BJPയിലെ നമുക്ക് കൊച്ചാക്കി കാണാൻ പറ്റില്ല, രാജീവ് ചന്ദ്രശേഖരൻ്റെ അണ്ടറിൽ വന്നിട്ട്. പക്ഷേ ചാലക്കുടി മണ്ഡലം BJPക്ക് പിടിക്കാൻ ഒരു പക്ഷേ തൃശ്ശൂരൊക്കെ ഉള്ള സ്വാധീനം ചാലക്കുടിയിൽ വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇവരിൽ ബിജു എസ് ചെറിയത്ത് അല്ലെങ്കിൽ സനീഷ് കുമാർ വരികാനാണ് സാധ്യത. നമുക്ക് മത്സരം കണ്ടറിയാം.